ചൊവ്വാദോഷത്തിന്റെ പേരിൽ പെൺകുട്ടികളുടെ കല്യാണം നടക്കാത്ത നാട്ടിൽ സുനിത വില്യംസ് അതാണ് ഫിസിക്സിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള അതിൻ്റെ ഗതി തന്നെ ഭാവിയിൽ തിരിച്ചുവിട്ട ഒരു എക്സ്പീരിമെൻ്റാണ് 19-ാം നൂറ്റാണ്ടിലെ മൈക്കിൾസൺ മോർലി എക്സ്പീരിമെൻറ്റ്. ഇതിനെ ദ സക്സസ്ഫുൾ ഫെയിലിയർ എന്ന് വരെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത്ര പ്രാധാന്യം അർഹിക്കാൻ കാരണം അന്നേ വരെയുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം വിചാരിച്ചിരുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പ്രത്യേക വാതകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിനേറെക്കുറെ കാരണം സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളും കൂടുതൽ ശരിയാകുന്നത് ഇത്തരത്തിലുള്ളൊരു വാതകം നമ്മുടെ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഗ്രാവിറ്റേഷൻ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭൂമിയിലോട്ട് ഒരു ആപ്പിൾ വീഴുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഒരു മീഡിയം ഉണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് പാസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിൽ ന്യൂട്ടനും ചിന്തിച്ചു. അതുപോലെ മറ്റുള്ള സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് ആയിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെ ഗ്രാവിറ്റേഷന് വിധേയമാകുമ്പോൾ അവിടെ ഒരു എംപ്റ്റി സ്പേസ് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ആൾക്കാർക്ക് അന്ന് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് അവിടെ ഒരു എന്തോ ഒരു വാതകം നിറഞ്ഞു നിൽപ്പുള്ളൂ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴാണ്. പിന്നെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു വേവായിട്ട് ലൈറ്റിനെ എല്ലാവരും പരിഗണിച്ചിരുന്നു. ഒരു വേവ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേവ് ലൈക്ക് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ലൈറ്റ് പോകുമ്പോൾ അതിനൊരു വേവ് നേച്ചർ കൊടുക്കാനായിട്ട് അവിടെ വേവ് ചെയ്യാനായിട്ടൊരു മീഡിയം വേണം എന്നൊരു ചിന്ത വന്നു. ഇത്തരത്തിൽ ഒരു മീഡിയത്തിലൂടെ മാത്രമേ ലൈറ്റ് ട്രാവൽ ചെയ്യുകയുള്ളൂ, പ്രപഞ്ചം മൊത്തം ഈതർ എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. 1887 മൈക്കിൾസണും മോർലിയും ഈ ഈതറിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. പക്ഷേ എക്സ്പെരിമെൻറ്റിൻ്റെ അവസാനം അവർക്ക് എത്തേണ്ടി വരുന്ന നിഗമനം ഇത്തരത്തിലൊരു ഈതർ നമ്മുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. കോൾഡ് ദ സക്സസ്ഫുൾ ഫെയിലിയർ. അവിടെ നിന്നാണ് പിന്നീട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഈതറൊന്നും ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയത് ഇന്ന് കാണുന്ന രീതിയിലുള്ള തിയറീസിലോട്ട് നമുക്ക് എത്താൻ പറ്റിയത്. എന്നാൽ മറ്റൊരു പരീക്ഷണം 1989 മാർട്ടിൻ ഫ്ലഷ്മാനും സ്റ്റാൻലി പോൺസും എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ തങ്ങൾ കോൾഡ് ഫ്യൂഷൻ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നു. അത് കണ്ട് ലോകം മൊത്തം എക്സൈറ്റഡ് ആവുന്നു. കാരണം ഈ വേൾഡിൻ്റെ എനർജി ക്രൈസിസ് പരിഹരിക്കാനായിട്ടുള്ള ഒരു വളരെ മികച്ച കണ്ടുപിടുത്തമാണ്. നിലവിൽ ഫ്യൂഷൻ നടക്കുന്നത് വളരെ വലിയ ടെമ്പറേച്ചറിലാണ്. 2 ആറ്റങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് വളരെ കടുത്ത ടെമ്പറേച്ചർ ആവശ്യമാണ്. പക്ഷേ കോൾഡ് ഫ്യൂഷനിൽ നമ്മുടെ സാധാരണ ഈ റൂം ടെമ്പറേച്ചറിൽ വെറും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഉള്ളിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഇവരുടെ അവകാശവാദം. ഇവർ പറഞ്ഞ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സയൻറ്റിസ്റ്റുകളും തങ്ങളുടെ ലാബിൽ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി. പക്ഷേ ആർക്കും അതിൽ വിജയിക്കാൻ പറ്റില്ല. പിയർ റിവ്യൂ മറ്റ് സയൻറ്റിസ്റ്റുകളായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന രീതിയല്ലാതെ നേരിട്ട് പബ്ലിക്കിലോട്ട് പ്രസ് മീറ്റ് വഴിയായിരുന്നു ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങളിൽ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്സിലെ നിയമങ്ങളനുസരിച്ച് കോൾഡ് ഫ്യൂഷൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന നിഗമനത്തിലാണ് എല്ലാവർക്കും എത്തേണ്ടി വന്നത്. സയൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് മാറുന്നതിന് അതിനെ താങ്ങി നിർത്തുന്ന 2 പ്രധാനപ്പെട്ട തൂണുകളാണ് ഈ 2 എക്സ്പീരിയൻസിലൂടെ വിശദീകരിച്ചത്. ഒന്നിനെ നമ്മൾ റിപ്ലിക്കബിലിറ്റി ഓഫ് റിസൾട്ട്സ് എന്നും രണ്ടാമത്തേനെ ഫാൾസിഫയബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഐൻസ്റ്റീൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, ഒരൊറ്റ എക്സ്പെരിമെൻ്റ് കിട്ടിയാൽ മതി ഞാൻ പറയുന്നതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളോ നമ്മളുടെ തലയിലുള്ള തിയറീസോ ഇതിനെല്ലാത്തിനേക്കാളും ഉപരി നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസിൻ്റെ റിസൾട്ട് അതിനോട് ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ ആ തിയറീസ് എല്ലാം തെറ്റാണ്. ഇതാണ് സയൻസ് സിംപ്ലി പറയുന്ന കാര്യം. സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മെത്തഡ് ഓഫ് സ്റ്റഡി, ഒരു പഠന രീതിയാണ് സയൻസ്. സയൻസ് ഘട്ടം ഘട്ടമായിട്ട് ഓരോ രീതിയിലാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഒരു ഒബ്സർവേഷൻ നടത്തുന്നു, ഒരു നിരീക്ഷണം, അതിനനുസരിച്ച് ഒരു ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരുന്നു, ഒരു ഊഹാപോഹം. അതിനുശേഷം എക്സ്പീരിമെൻറ്റേഷൻസ് നടത്തുന്നു. അതിൻ്റെ റിസൾട്ടുകളും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസിലെ മറ്റ് ലോസുമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിയമമാക്കുന്നു. ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടിച്ചേർന്നിട്ട് തിയറികൾ രൂപപ്പെടുന്നു. ഇങ്ങനെ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ കടന്നു പോകുന്നതിലൂടെയാണ് ഒരു പുതിയ നോളജ് രൂപപ്പെടുന്നത്. പക്ഷേ ഇന്ന്
വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സയൻസ്, എന്താണ് സ്യൂഡോ സയൻസ്, ഇതൊക്കെ തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സയൻസിൽ തന്നെ ഒരുപാട് സയൻറ്റിഫിക് ബാക്കപ്പ് ഉള്ള നല്ല ഫൗണ്ടേഷൻസ് ഉള്ള തിയറീസ് ഉണ്ട്. അത് ഇത്തിരി കുറഞ്ഞതുകൊണ്ട് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊരു ക്ലാരിറ്റി വരുത്താനായിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ വിഷയത്തെ 4ആയിട്ട് തിരിക്കാം. ഒന്നാമത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് സയൻസ് വിത്ത് ഫൗണ്ടേഷൻ. ഇതിനകത്ത് നമ്മൾ വളരെയധികം എംപെരിക്കൽ എവിഡൻസുകളുള്ള, വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുള്ള, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്ന തിയറീസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തം. അതുപോലെ തന്നെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി. ഈ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രൂഫ് അവൈലബിൾ ആണ്. രണ്ടാമതാണ് ഡെവലപ്പിംഗ് സയൻസ് വിത്ത് എമർജിങ് ഫൗണ്ടേഷൻ. ഇതിനകത്ത് ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് എവിഡൻസ് ഉണ്ടാവുള്ളൂ. ബട്ട് അങ്ങോട്ട് പക്ഷേ ഫർദർ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇത്തരം സിറ്റുവേഷൻസ് എക്സാമ്പിളാണ് ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതിന് നമുക്ക് പ്രൂഫ് ഉണ്ട്. പക്ഷേ ഡാർക്ക് മാറ്റർ എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളോ നമുക്ക് നിലവിൽ അറിയില്ല. മൂന്നാമത്തെ സെക്ഷനാണ് ഫ്രണ്ടിയർ സയൻസ് വിത്ത് സ്പെക്യുലേറ്റീവ് ഫൗണ്ടേഷൻ. ഇത് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് മാത്രമായിട്ടേ നിലനിൽക്കുന്നുള്ളൂ. ഇത് നിങ്ങളുടെ എക്സ്പെരിമെൻ്റൽ പ്രൂഫോ എംപെരിക്കൽ എവിഡൻസോ നമുക്ക് കിട്ടിയിട്ടില്ല. മൾട്ടിവേഴ്സ് തിയറി, പാരലൽ യൂണിവേഴ്സ് തിയറീസ്, അതുപോലെ സ്ട്രിംഗ് തിയറി, ഇതൊക്കെ മാത്തമാറ്റിക്കലായിട്ടും തിയററ്റിക്കലായിട്ടും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നേരിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പ്രൂഫ് നമുക്ക് ലഭിച്ചിട്ടില്ല. ലാസ്റ്റത്തെയാണ് സ്യൂഡോ സയൻസ്. നമ്മളുടെ മനുഷ്യന്മാരുടെ തോട്ട്സ് ജസ്റ്റ് നമ്മുടെ തോട്ട്സിനെ മാത്രം റിലേ ചെയ്തോ, സയൻറ്റിഫിക് മെത്തേഡിനെ നമ്മൾ ഉപയോഗിക്കാതെയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ ഇതിനെ നമുക്ക് സ്യൂഡോ സയൻസ് എന്ന് വിളിക്കാം. സയൻസ് പോലെ തോന്നിപ്പിക്കുന്നു, പക്ഷേ അതൊരിക്കലും സയൻസിൻ്റെ യാതൊരു മെത്തേഡ്സും ഫോളോ ചെയ്യാതെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമില്ല. സ്യൂഡോ സയൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ആസ്ട്രോളജി, ജ്യോത്സ്യം. വാസ്തവത്തിൽ ജ്യോതിഷവും ജ്യോത്സ്യവും രണ്ടാണ്. ജ്യോതിഷം ഒരു കണക്കാണ്, അത് മനുഷ്യരുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. ക്ലോക്കും കലണ്ടറും ഒന്നില്ലാതിരുന്ന സമയത്ത് സമയവും കാലവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ജനിക്കുന്ന സമയത്ത് സാറ്റേൺ, ശനി ഇവിടെയാണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ. 29 വർഷം എടുക്കും ഇതിന് ചുറ്റും കറങ്ങി ഇതേ സ്ഥലത്ത് തന്നെ സാറ്റേൺ വരാനായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ ഇതേ ഗ്രഹത്തിനെ കാണുമ്പോൾ ഇപ്പോൾ 29 വയസ്സായിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവും. ഇത്തരത്തിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ സമയവും കാലവും ഉപയോഗിച്ചിരുന്നൊരു രീതിയാണ് ജ്യോതിഷം. പക്ഷേ ജ്യോത്സ്യം ഒരു നമ്പർ 1 സ്യൂഡോ സയൻസ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചൊവ്വാദോഷം എടുക്കാം. എന്താണ് ചൊവ്വാദോഷം? നമുക്ക് ആദ്യം നോക്കാം. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ സ്ത്രീ ജാതകാൽ ലഗ്നാൽ 7ലോ 8ലോ ചൊവ്വ നിൽക്കുകയോ 7ലോ 8ലോ ബലം പ്രാപിച്ച് ചൊവ്വ നിൽക്കുകയോ, പുരുഷ ജാതകാൽ ലഗ്നാൽ 7ൽ ചൊവ്വ നിൽക്കുന്ന സമയത്താണ് ജനിക്കുന്നതെങ്കിൽ ആ ഗ്രഹനിലക്കാരൻ ചൊവ്വാദോഷം സംഭവിച്ചു. ചൊവ്വ ഒരു ദോഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം 7ലോ 8ലോ അല്ലെങ്കിൽ 7ൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകും. ഓക്കെ, നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പൊസിഷനിൽ ചൊവ്വ വരികയാണെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങൾക്ക് അത് ഉലച്ചിലുണ്ടാകും. ആക്ച്വലി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഇവരൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടെ ചൊവ്വ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും റേഡിയേഷനാണോ ഈ ജനിക്കുന്ന കുട്ടിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് ബാധിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ഈ കുട്ടിനെ അത് ബാധിക്കുന്നില്ല. കൃത്യമായിട്ട് പ്രസവം സംഭവിക്കുന്ന സമയത്തിനാണ് ജനിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെ വയറെന്ന് പറയുന്നത് ബ്ലഡും സ്കിന്നും അതേപോലെ തന്നെ കുറച്ച് പേശികളൊക്കെ കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു വസ്തുവാണല്ലോ. ഇത്തരത്തിലുള്ളൊരു മാംസത്തിൻ്റെ പെട്ടിയുടെ ഉള്ളിലൊരു കുട്ടി ഇരിക്കുന്ന സമയത്ത് ഇത് ബാധിക്കാത്തൊരു റേഡിയേഷൻ ആയിരിക്കണം അവിടെ നിന്ന് വരേണ്ടത്. ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കൊന്നും വിധേയമാക്കപ്പെടാതെ ചുമ്മാ അവർ പറയാണ് ദോഷം ഉണ്ടാവും, അത് ഏത് രീതിയിൽ വരുന്നു, എങ്ങനെ അത് ബാധിക്കുന്നു, അത് ദാമ്പത്യ ജീവിതത്തിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠന വിധേയമാക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡിസ്പ്രൂവ് ചെയ്യാനും പറ്റില്ല. ഇതൊരിക്കലും നമുക്ക് ഫാൾസിഫൈബിൾ ആയിട്ടുള്ളൊരു ക്ലെയിം അല്ല. നമ്മുടെ ഊഹാപോഹങ്ങളിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങളാണ്.
ഇതിനെ നമ്മൾ സ്യൂഡോ സയൻസ് എന്നാണ് വിളിക്കുക. പിന്നെ പലപ്പോഴും നമ്മുടെ നിലനിൽക്കുന്ന സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് സയൻസിനെ വളച്ചൊടിക്കേണ്ടി വരും. ഇതും കപടശാസ്ത്രങ്ങൾക്കും സ്യൂഡോ സയൻസിനും പലപ്പോഴും വഴിവെക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു ഉദാഹരണം നോക്കാം. Because of the magnetic pull of the North Pole, if you put your head to the north in the northern hemisphere, there is a tendency for putting pressure upon your brain. We know this by experience, but it's been studied and identified that there is a natural movement of blood towards the brain if you put your head towards the north in the northern hemisphere. As you know, if you are anemic, your doctor will prescribe you with iron. So if there is that much iron in your blood, the magnetic poles naturally pull it, and also the spin of the planet affects it. So it's best, especially the older people, should not put their head to the north and sleep because it will create a certain… ഓക്കെ, ഇതിനകത്ത് പറയുന്നത് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പലപ്പോഴും നമ്മളും കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സയൻസാണ് ഇവിടെ സദ്ഗുരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ ശരിയാണ്. പുള്ളി പറയുന്ന റീസൺ നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ അയൺ ഉണ്ട്, അതുപോലെ തന്നെ ഭൂമിക്ക് ഒരു നാച്ചുറൽ മാഗ്നറ്റിസം ഉണ്ട്, ഒരു നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എപ്പോഴും മാഗ്നറ്റിക് റേസ്, മാഗ്നറ്റിക് ഫീൽഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിലുള്ള അയണിനെയൊക്കെ വലിച്ച് ഇത് നേരെ തലയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ തലയിൽ അത് നമുക്ക് തലവേദനയൊക്കെ എടുക്കും. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളുടെ ശരീരത്തിലെ അയണിനെ വലിച്ച് നമ്മുടെ ശരീരത്തിലൂടെ ചലിപ്പിക്കാനായിട്ട് മാത്രം ശക്തിയുള്ളതാണ് നമ്മളുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതൊരു മാഗ്നറ്റിക് കോമ്പസാണ്. നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കൊണ്ടാണ് ഇതെപ്പോഴും നോർത്തിലോട്ട് തന്നെ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ അടുത്തോട്ട് ഒരു സാധാരണ മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് പിന്നെ ഇതേ രീതിയിൽ തന്നെ നിൽക്കില്ല. അതായത് നമ്മളുടെ മൊബൈലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിനെപ്പോലും ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത വളരെ നേർത്ത തോതിൽ മാത്രമേ നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ഈ രണ്ടാമത്തെ കാര്യം, ഇനി നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ശക്തിയുള്ളതാണെന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ ബ്ലഡിലുള്ള അയൺ അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വലിയ കാന്തത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അതിനകത്തോട്ട് ഒട്ടിയിരിക്കേണ്ടതല്ലേ. വാസ്തവത്തിൽ നമ്മളുടെ ബ്ലഡിലുള്ള അയൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അയണിൻ്റേതായിട്ടുള്ള യാതൊരു പ്രോപ്പർട്ടീസും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ പൊട്ടിത്തെറിക്കുന്ന വളരെയധികം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഓക്സിജൻ ആണെങ്കിൽ വസ്തുക്കളെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. H2O കത്തുന്നതായിട്ട് ഉള്ള യാതൊരു പ്രോപ്പർട്ടീസും ഇല്ല. അതായത് രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുമായിട്ട് അതിന് യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ അയൺ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും അത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതിന് അയണിൻ്റേതായിട്ടുള്ള യാതൊരു പ്രോപ്പർട്ടീസും ഇല്ല. അതുകൊണ്ട് തന്നെ നോർത്തിലോട്ട് തലവെച്ച് കിടന്നു കരുതി യാതൊരു പ്രശ്നവുമില്ല വാസ്തവത്തിൽ. പിന്നെ സയൻസിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, ഓരോ സിദ്ധാന്തവും അല്ലെങ്കിൽ ഒരു ഇക്വേഷനോ അത് വർക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അതിൻ്റെ ബൗണ്ടറീസിൻ്റെ അപ്പുറം പോയിട്ട് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വർക്കാവില്ല. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഷൂ ഉണ്ടാക്കിയിരിക്കുന്നത് മഞ്ഞുമലകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ മരുഭൂമിയിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരവസ്ഥ. ഇപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ളൊരു ഉദാഹരണമാണ് മഹാഭാരതത്തിലൊരു വാചകം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നത്, എപ്പോഴെപ്പോഴാണോ അധർമ്മം കൊടികുത്തി വാഴുന്നത്, അപ്പോഴൊക്കെ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഞാൻ സ്വയം തന്നെ ഇവിടെ അവതരിക്കും. ഇത് ഭഗവാൻ പറയുന്ന ഒരു സെൻറ്റൻസാണ്. ലേശാജ്ഞർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ കെമിസ്ട്രിയിലൊരു പ്രിൻസിപ്പിളുണ്ട്. വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ or pressure of a system, the system will readjust itself to nullify the effect of the change. ഒരു സിസ്റ്റത്തിൽ
ഈ 3 സാധനങ്ങൾക്ക് പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഇത് മൂന്നിന് ഏതിനെങ്കിലും ഒരെണ്ണത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചാൽ ആ സിസ്റ്റം തന്നെ അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കുമ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് തോന്നിയേക്കാം. അങ്ങനെ പറയുന്നവരുണ്ട്. കാരണം ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായിട്ട് കാണുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് കൃഷ്ണനായിട്ടും ബുദ്ധനായിട്ടും ശിവനായിട്ടും ഒക്കെ ദൈവം പലപ്പോഴും അവതരിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ ഏതൊരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോഴും ഏതൊരു തിയറി ഉണ്ടാക്കുമ്പോഴും അത് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പരിധി ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി പുറത്തോട്ട് വരും. ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരാറ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് പിളർത്തുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് നടക്കുന്ന സമയത്ത് വലിയ എമൗണ്ട് ഓഫ് എനർജിയാണ് അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് E=mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ആറ്റങ്ങളെ തമ്മിൽ പിളർത്തുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് മാസ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന മാസ് ചെറുതാണെങ്കിലും അതിനെ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം ഇൻഡ്യൂ ചെയ്യുന്നത് ലൈറ്റിൻ്റെ സ്പീഡായിട്ടുള്ള 3 ലക്ഷം m/s വെച്ചിട്ടാണ്. ആ 3 ലക്ഷം ഇൻഡു ആ ചെറിയ മാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള എനർജിയുടെ അളവ് വളരെ വലുതായിരിക്കും. ഇത് ചെറിയ ന്യൂക്ലിയർ സൈസിലുള്ള സാധനങ്ങളിൽ, ആറ്റംസിലും അതിനേക്കാളും ചെറിയ സാധനങ്ങളിലൊക്കെയാണ് ഇത് വർക്കാവുന്നത്. ഇതേ സിദ്ധാന്തം നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കുമ്മട്ടിങ്ങ് മുറിക്കുമ്പോൾ അപ്ലൈ ചെയ്യാനാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്ന മാസിനനുസരിച്ചുള്ള എനർജി ഉണ്ടാവാനാണെങ്കിൽ ഈ ലോകം തന്നെ ഒരു കുമ്മട്ടിങ്ങ് മുറിക്കുമ്പോൾ ഇല്ലാണ്ടായി പോകണം. ആക്ച്വലി ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതും അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഒരു ബൗണ്ടറിയുടെ ഉള്ളിലാണ്. അതിനുള്ളിലേ അത് വർക്കാവത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് അതിനെ സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാനായിട്ടുള്ള സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ വ്യത്യസ്ത സയൻസിൻ്റെ ശാഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ ചലനത്തിന് നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഇലക്ട്രോണിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലോട്ട് വരുമ്പോഴോ ഈ ചെറിയ സാധനങ്ങളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നേരെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും ഒരു പുതിയ ഡിസിപ്ലിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഡിസിപ്ലിനിൽ എന്നാലേ പറ്റുള്ളൂ. ഈ ഡിസിപ്ലിനുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പുറത്തുണ്ടായി അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നത് പലപ്പോഴും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. അവസാനത്തെയാണ് സയൻസ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ ബോധപൂർവമോ അല്ലാതെയുള്ള തെറ്റായിട്ടുള്ള പ്രചരണവും. ഇതിന് വൺ ഓഫ് ദി ഫേമസ് എക്സാമ്പിൾസ് ഈസ് ഫ്രം അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി. A+B((² अब उसको जब खोलते थे तो कहते थे A² + 2AB + B², और जब उसका रिजल्ट निकालते थे तो रिजल्ट आता है A² + 2AB + B². ये एक्स्ट्रा 2AB मिलता है कि नहीं मिलता है? ये 2AB कहां से आया? 2AB कहां से आया? ये 2AB कहां से आया? ये 2AB है, वो जुड़ने की एक एक्स्ट्रा एनर्जी होता है. ये जो 2AB एक एक्स्ट्रा एनर्जी पैदा हुई उस ब्रैकेट में से, ये विश्वास के ब्रैकेट में से एक्स्ट्रा एनर्जी पैदा हुई, जिस एक्स्ट्रा एनर्जी ने हमें अधिक काम करने की ताकत दी, फैसले लेने की जिम्मेवारी लेने का एक ऊर्जा बढ़ा दी. विश्वास ने एक नया रूप धारण कर दिया. जब वो संगठन का ब्रैकेट लग जाता है, केंद्र और राज्य का मिलन हो जाता है, A+B((² हो जाता है, तो A² + 2AB, ये जो 2AB निकलता है वो एक एक्स्ट्रा एनर्जी बनता है. उस एक्स्ट्रा एनर्जी को लेकर के हम देश को आगे बढ़ाना चाहते हैं. A+B² = A² + 2AB + B². ഇത് ഒന്നല്ലെങ്കിൽ പുള്ളി അറിഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞാണ്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്തായിരുന്നാലും A+B² ചെയ്യുമ്പോൾ ആ 2AB എവിടെ നിന്ന് വന്നു? അതായത് A+B ലെങ്ത് വരുന്ന ഒരു ലൈൻ വരക്കാം. ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ A ഉണ്ട്, ഇത് A² ആണ്. ഇതിൻ്റെ ഇപ്പുറം വരുന്ന ചെറിയ സ്ക്വയർ D² ആണ്.
ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഇത് എ ബി വരും, ഇത് എ ബി വരും. അപ്പോൾ മൊത്തത്തിൽ A+B ലെങ്ത് വരുന്ന ഒരു സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇതിൻ്റെ സ്ക്വയർ ആക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു A² ഉണ്ടാവും, ഒരു B² ഉണ്ടാവും, രണ്ട് 2AB ഉണ്ടാവും. ഇതാണ് A+B ഹോൾ സ്ക്വയർ A² + B² + 2AB.